إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തത്തോടും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ഐഹിക ജീവിതം, ഈ ഐഹിക ജീവിതത്തിന്റെ നിസ്സാരതയെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടനവധി ഹദീസുകളിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത് നമുക്ക് കാണാം. പാപങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് നന്മകളിൽ മുന്നേറിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഒരു വിശ്വാസി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഈ ദുനിയാവെന്നുള്ളത് അതെത്രയോ നിസ്സാരമാണ്. മരണാനന്തര ജീവിതത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം അത് വളരെ നിസ്സാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മുന്നിലുള്ള ഓരോ സെക്കൻഡുകളും മണിക്കൂറുകളും ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടി അതിനെ പ്രയോജനപ്പെടുത്തും എന്നതാണ്. പരലോകത്തിലുള്ള പ്രതിഫലങ്ങൾ ഫലം കൊയ്യുവാൻ വേണ്ടി
മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും മണിക്കൂറുകളും അതിനായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നതാണ്. എന്നാൽ അത്തരത്തിൽ ഈ ദുനിയാവിലെ ജീവിതം നമ്മൾ ഉപയോഗപ്പെടുത്താതെ പാപഭാരങ്ങളുമായിട്ടാണ് നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുന്നത് എങ്കിൽ വലിയ ഖേദം അവിടെ വെച്ച് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സൂറത്ത് ആൽ ഇംറാനിന്റെ 30 വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാം. يوم تجد كل نفس ما عملت من خير محضرا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാളെ പരലോകത്ത് ചില ആളുകൾ യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്, ആ ആളുകൾ അവർ ചെയ്ത നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുമ്പിൽ ഹാജരാക്കപ്പെടും. അതുപോലെ തന്നെ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ, അതുപോലെ തന്നെ തിന്മകൾ ചെയ്ത ആളുകൾ, ആ ആളുകളുടെ തിന്മകളും അവർക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജരാക്കപ്പെടും. ആ സമയത്ത് തിന്മകൾ ചെയ്ത ആളുകൾ വിചാരിക്കും, എന്താണ് അവർ വിചാരിക്കുന്നത്? ലൗ അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദ്, ഞാനും എന്റെ ഈ ഹാജരാക്കപ്പെട്ട തിന്മയും അതും ഞാനുമിടയിലുള്ള ഒരു ഗ്യാപ്പ് അത് കുറച്ച് വിദൂരത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അത്രമാത്രം ഒരു ദുഷിപ്പിനിക്ക് അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്ന് ആ ആളുകൾ ചിന്തിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നാളെ പരലോകത്ത് പാപികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖേദം മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ദുനിയാവിലെ ഒരു ജീവിതം, ഒരു ആയുസ് മുഴുവൻ ഒരു മനുഷ്യന് ലഭിച്ചിട്ട് നാളെ പരലോകത്തേക്ക് ചില ആളുകൾ കടന്നു വരികയും എന്നിട്ട് ആ ആളുകൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ കുറിച്ച് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു തരുന്ന നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യുളിലില്ലാഹു ഫമാ ലഹു മിൻ വലിയ്യിൻ മിൻ ബഅദി, ഒരു മനുഷ്യനെ അല്ലാഹു വഴികേടിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം അവനെ രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വതറല്ലാലിമീന ലമ്മാ റഅഉൽ അദാബ്, വതറല്ലാലിമീൻ, ളാലിമീങ്ങളായ ആളുകൾ, അക്രമികാരികളായ ആളുകൾ നാളെ പരലോകത്ത് അദാബ്, അവരുടെ ശിക്ഷ, ആ നരകം ഇങ്ങനെ കാണുന്ന, അവരുടെ കൺമുമ്പിൽ ഇങ്ങനെ കാണുന്ന ആ ഒരു രംഗം, ആ സമയത്ത് ആ ആളുകൾ പറയും, യഖൂലൂന ഹൽ ഇലാ മറദ്ദിൻ മിൻ സബീൽ, അല്ല പടച്ചറബ്ബേ, ഇതിൽ നിന്ന് തിരിച്ച് ഒരു മടങ്ങിപ്പോക്ക് എനിക്ക് സാധ്യമാണോ? തിരിച്ച് ദുനിയാവിലേക്ക് തിരിച്ചു മടങ്ങൽ അതെനിക്ക് സാധ്യമാണോ എന്ന് ആ ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ആ ആളുകളെ കുറിച്ച്, വതറാഹും യഅറദൂന അലൈഹാ ഖാശിഈൻ, ആ ആളുകൾ നരകത്തിനടുക്കലേക്ക് വരുന്നത് ആ നരകത്തിനോടുള്ള ഭയത്താൽ ആ ആളുകൾ ഇങ്ങനെ നരകത്തിന്റെ അടുക്കലേക്ക് വിനയത്തോടുകൂടി ആ ആളുകൾ വരും. മിനസ്സുല്ലി യൻദുറൂന മിൻ തറഫിൻ ഖഫീ, എന്നിട്ട് ആ ആളുകൾ, അക്രമികാരികളായ ആളുകൾ നരകത്ത് നോക്കുന്നത് അവരുടെ കണ്ണ് മുഴുവൻ തുറക്കാതെ ഒരല്പം മാത്രം തുറന്നുകൊണ്ട് ആ നരകത്തെ ആ മനുഷ്യ മുന്നിൽ കാണാൻ, ആ ഭയാനകമായ നരകത്തെ പേടിയോടുകൂടി ആ മനുഷ്യരിങ്ങനെ അവരുടെ കണ്ണുകൾ മുഴുവൻ തുറക്കാതെ നോക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് ആ സമയത്ത് വിശ്വാസികളായ ആളുകൾ അവിടെ നിന്ന് വിളിച്ചു പറയും, വഖാലല്ലദീന ആമനൂ ഇന്നൽ ഖാസിരീൻ,
വഖാല അല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾ അപ്പോൾ വിളിച്ചു പറയും, ഇന്നൽ ഖാസിരീൻ, നഷ്ടക്കാരായ ആളുകൾ, അല്ലദീന ഖസിറൂ അൻഫുസഹും, അവരുടെ നഫ്സിനെ ഇതാ അവർ നഷ്ടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശ്വാസികളായ ആളുകൾ വിളിച്ചു പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാം. അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകൾക്ക്, പാപികളായ ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് കത്തിജ്വലിക്കുന്ന നരകമാണെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ബലാ മൻ കസബ സയ്യിഅതൻ വ അഹാതത് ബിഹി ഖതീഅതുഹു, പാപഭാരം ഏറിക്കൊണ്ട് നാളെ പരലോകത്തുള്ള അല്ലാഹുവിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്ന ആളുകൾ, അല്ലാഹു പറയാണ്, ഫഉലൈക അസ്ഹാബുൻ നാർ, ആ ആളുകൾ നരകത്തിന്റെ ആളുകളാണ്. എന്നിട്ടോ ഹും ഫീഹാ ഖാലിദൂൻ, ആ ആളുകൾ നരകത്തിൽ എന്നെന്നും ശാശ്വതരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. പ്രിയമുള്ളവരെ, അതിനാൽ പാപഭാരം അത് കഴുകിക്കളഞ്ഞുകൊണ്ട് പാപങ്ങളില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ അത് നമുക്ക് സാധ്യമാകണം. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ശിക്ഷകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ കാരണം ഇറക്കിയിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആമിൽ പറയുന്നത് നമുക്ക് കാണാം, അലം യറൗകും അംലക്നാ മിൻ ഖബ്ലിഹിം, അല്ല നിങ്ങൾ കാണുന്നില്ലേ, അലം യറൗകും അഹ്ലക്നാ മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിച്ചത് നിങ്ങൾ കാണുന്നില്ല. എങ്ങനെ? അവർക്ക് അല്ലാഹു നൽകി മിൻ ഖർനിൻ മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. മാ ലം നുമക്കിൻ ലക്കും വഅർസൽന അസ്സമാഅ അലൈഹിം മിദ്റാറാ, അല്ലാഹു ആ ആളുകൾക്ക് ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ച് നൽകി. വജഅൽനൽ അൻഹാറ തജ്രി മിൻ തഹ്തിഹിം, എന്നിട്ട് അവർക്ക് അവരുടെ താഴ്വാരങ്ങളിലൂടെ അല്ലാഹു അരുവികൾ നൽകി. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു സമുദായത്തിന് അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകി. എന്നിട്ടോ വഅഹ്ലക്നാഹും, എന്നാൽ ആ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ കാരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാണ്. എന്നിട്ടോ വഅൻശഅനാ മിൻ ബഅദിഹിം ഖർനൻ ആഖിരീൻ, ആ ആളുകളെ നശിപ്പിച്ചതിന് ശേഷം അല്ലാഹു അടുത്ത തലമുറകളെ കൊണ്ടുവന്നു എന്ന് ഖുർആനിലൂടെ നമുക്ക് കാണാം. അപ്പൊ പാപങ്ങൾ എന്നുള്ളത്, പ്രിയമുള്ളവരെ, പരലോകത്ത് നമുക്ക് വേണ്ടത് വിജയമാണോ? മരണം എന്നുള്ളത് അത് എളുപ്പമുള്ള ഒരു മരണമാണോ നമുക്ക് വേണ്ടത്? ബർസഖി ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഒരു നല്ല ബർസഖി ജീവിതമാണോ? നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ എന്നുള്ളത് അത് കഴുകിക്കളയാൻ, ആ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പാപങ്ങളിലേക്ക് പിശാച് മനുഷ്യരെ എന്തെന്നില്ലാത്ത വിധം ആ പാപങ്ങളിലേക്ക് മനുഷ്യനെ പിടിച്ചിടാൻ, അതിലേക്ക് തളച്ചിടാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം, യാ അയ്യുഹൻ നാസു തഖൂ റബ്ബക്കും, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ടോ വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ ഔ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ ഔ വാലിദിഹി, ഒരു ദിവസം നിങ്ങൾക്ക് കടന്നു വരാനുണ്ട്, നിങ്ങളുടെ ഉപ്പയോ ഉമ്മയോ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ മക്കളോ ഒന്നും നിങ്ങളെ രക്ഷപ്പെടുത്താനാവാത്ത ഒരു ദിവസം നിങ്ങൾക്ക് കടന്നു വരാനുണ്ട്. ആ ദിവസത്തെ കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്ന വഅദല്ലാഹി ഹഖ്, നിശ്ചയമായും അല്ലാഹുവിന്റെ കരാർ, അല്ലാഹുവിന്റെ വാഗ്ദാനം ഹഖ്, അത് സത്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സ്വർഗ്ഗ നരകങ്ങൾ അത് സത്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, അല്ലയോ മനുഷ്യരെ, ഈ ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ,
അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചും പിശാച് നിങ്ങളെ ആവശ്യമില്ലാത്തതിലേക്ക് വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിലും പിശാച് മനുഷ്യനെ പാപങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, പിശാചിന് വേണ്ടത് അള്ളാഹുവിനോട് ശപഥം ചെയ്തുകൊണ്ട് പിശാച് വന്നിട്ടുള്ളത് എന്തിനാണ്? ദുനിയാവിലുള്ള കടന്നു വരുന്ന മുഴുവൻ മനുഷ്യവരാശിയെയും നരകത്തിലേക്ക് ആ പിശാചിന്റെ കൂടെ അവൻ കൊണ്ടുപോകുമെന്നുള്ള ശപഥമാണ് പടച്ചറബിന്റെ മുമ്പിൽ ആ പിശാച് നൽകിയിട്ടുള്ളത്. പ്രിയമുള്ളവർ, അതിനാൽ നമ്മളുടെ ശത്രു എന്നുള്ളത് പിശാചാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ തിന്മകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് വഴിമാറി നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ തിന്മകളിൽ നിന്ന് വഴിമാറി നടക്കാനുള്ള ഒരു 10 കാര്യങ്ങൾ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തുരീഖുൽ ഹിജ്റത്തൈൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നത് കാണാം. അതിൽ ഒന്നാമത്തേതായി അദ്ദേഹം പറയുന്നത് അസ്സബബുൽ അവ്വൽ ഇൽമുൽ അബ്ദി ബിഖുബ്ഹിഹാ വരിസാലതിഹാ, പാപത്തിനെ കുറിച്ചുള്ള അറിവാണ്. ഒരു പാപം, ഒരു തിന്മ എന്നുള്ളത് അതെത്രമാത്രം മ്ലേച്ഛതയാണ്, അതെത്രമാത്രം ഒരു മനുഷ്യനെ നിന്ദതയിലേക്ക് കൊണ്ടുപോകും എന്ന് ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ അത്തരത്തിലുള്ള തിന്മകളിലേക്ക് ബോധപൂർവം പോവുകയില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്ത് അറാഫിന്റെ 33-ാമത്തെ വചനത്തിൽ പറയുന്നത് നമുക്ക് കാണാം. ഖുൽ ഇന്നമാ ഹറമ റബ്ബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ പറഞ്ഞു കൊടുക്കുക, മ്ലേച്ഛതകൾ എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ്. മാ ളഹറ മിൻഹാ വമാ ബതൻ, അത് കാണുന്നതാകട്ടെ കാണാത്തതാകട്ടെ, അത് അപ്രത്യക്ഷമായി നമ്മൾ കാണുന്നതാകട്ടെ, ഇനി അതല്ല നമ്മളുടെ മനസ്സുകളിൽ മന്ത്രിക്കുന്നതാകട്ടെ, അത് മ്ലേച്ഛതകളാണോ, അത് ഹറാമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, അല്ലാഹു തിന്മകളെ അത് നിരോധിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, ഒരു വിശ്വാസി ഒരു തിന്മയെ കാണുന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കണം. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഒരു തിന്മയെ കാണുന്നത് അവന്റെ മുകളിലേക്ക് വീഴുവാൻ നിൽക്കുന്ന ഒരു പർവ്വതത്തെ പോലെയാണ് ഒരു വിശ്വാസി ഒരു തിന്മയെ കാണുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജാഗരൂകരായിക്കൊണ്ട് ഒരു പർവ്വതം നമ്മളുടെ മുകളിലേക്ക് വീഴുന്നത് എത്രമാത്രം നമ്മൾ ഭയപ്പെടുന്നു, അത്രമാത്രം ഒരു വിശ്വാസി അവനിലേക്ക് ഒരു തിന്മ കടന്നു വരുന്നത് ഭയപ്പെടുന്നുണ്ട് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കസ്സുബാബി മറ അലാ അൻഫിഹി ഫഖാല ബിഹി ഹകദ, എന്നാൽ പാപികളായ ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന തിന്മകളെ അവർ കാണുന്നത് അവരുടെ മൂക്കിനു മുന്നിൽ നിൽക്കുന്ന ഒരു ഈച്ചയെ വെറും കൈകൊണ്ട് ഇങ്ങനെ തട്ടിക്കളയുന്ന ആ ഒരു ലാഘവത്തിലാണ് അവരവരുടെ ജീവിതത്തിൽ തിന്മകളെ കാണുക എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മുസ്ലിമീങ്ങളായി നമ്മളുടെ ജീവിതത്തിൽ 5 നേരം നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുമ്പോഴും ഈ രൂപത്തിൽ ഏതിലാണ് നമ്മൾ വിട്ടുപോയിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ തിന്മകൾ, അത് ലഹരിയാകട്ടെ, പലിശയാകട്ടെ, അത് മ്യൂസിക് ആകട്ടെ, മറ്റുള്ള എന്ത് ഹറാമുകളാകട്ടെ, അതിനെ നമ്മളുടെ മൂക്കിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഈച്ചയെ കൈകൊണ്ട് തട്ടിക്കളയുന്ന ഒരു ലാഘവത്തിലാണോ നമ്മൾ കാണുന്നത്? അതല്ല എങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ മുകളിലേക്ക് ഒരു പർവ്വതം വീഴുമ്പോ എത്രമാത്രം അതിനവർ വെറുക്കുന്നുവോ അത്രമാത്രം ഒരു തിന്മ അവരിലേക്ക് കടന്നു വരുന്നത് അവർ വെറുക്കുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരാണ്. അപ്പൊ ഒന്നാമതായി കൊണ്ട് ഒരു പാപം, ആ പാപത്തിന്റെ മ്ലേച്ഛതയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി കൊണ്ട് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത് അസ്സബബു സാനി, രണ്ടാമത്തത് ഖൗഫുല്ലാഹ് വ ഖശ്യതഹു, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഭയം അത് നമുക്കുണ്ടാകണം
എന്താണെന്ന് അദ്ദേഹം പഠിപ്പിക്കാം. പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അത് നമ്മളുടെ ഉള്ളിലുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നാസിആത്ത് 40-41 വചനങ്ങളിൽ പറയുന്ന നമുക്ക് കാണാം, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ വനഹൻ നഫ്സ അനിൽ ഹവാ, അവരുടെ ഇച്ഛയിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ആളുകൾ ഇങ്ങനെ മാറി നിൽക്കും. അങ്ങനെ മാറി നിൽക്കുന്ന ആളുകൾ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവർക്കാണ് സ്വർഗമുള്ളത്, അവരുടെ സങ്കേതമാണ് സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാണ്. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം ഇച്ഛകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്കാണ് സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാം, അൽ മുഅ്മിനു യഅമലു ബിത്വാഅതി വഹുവ മുശ്ഫിഖുൻ വജലുൻ ഖായിഫുൻ. ഒരു വിശ്വാസി അവൻ സൽക്കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് ഭയപ്പാടോടുകൂടിയിട്ടാണ്. ഒരു വിശ്വാസി നമസ്കരിക്കുന്നത് അവന്റെ ജീവിതത്തിലെ ഓരോ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് അതെങ്ങനെയാണ്? അള്ളാഹുവിനോടുള്ള അതിയായ ഭയത്താൽ, അള്ളാഹുവിനോടുള്ള തഖ്വയാൽ, സൂക്ഷ്മതയാൽ. ഇനി അതല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു നന്മ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു റിയാ എന്റെ ജീവിതത്തിൽ കടന്നു വരുമോ, അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു നിഫാഖ് കടന്നു വരുമോ, അങ്ങനെ എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നന്മകൾ ചെയ്ത് മുന്നേറുന്നവനാണ് ഒരു വിശ്വാസി. എന്നാൽ വൽ ഫാജിറു യഅമലു ബിൽ മആസി, എന്നാൽ ഒരു പാപിയായ ഒരു മനുഷ്യൻ അവൻ പാപം ചെയ്യുമ്പോൾ പോലും വഹുവ ആമിനുൻ, അവൻ ഒരു നിർഭയത്വമുള്ള ഒരു മനുഷ്യനായിക്കൊണ്ടാണ് അവൻ ആ പാപം ചെയ്യുന്നത്. അള്ളാഹു കാണുന്നില്ല എന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു നമസ്കരിക്കുമ്പോൾ പോലും പടച്ചറപ്പിനെ ഭയന്നുകൊണ്ടാണ് അവൻ നമസ്കരിക്കുന്നതെങ്കിൽ, വൽ ഫാജിർ ഒരു പാപിയായ മനുഷ്യനെന്നാൽ അവന്റെ ജീവിതത്തിലെ തിന്മകൾ പോലും അവൻ ചെയ്യുന്നത് അത് നിർഭയത്വത്തോടുകൂടി, ആരെയും പേടിക്കാതെ, പടച്ചറപ്പിനെ കാണുന്നില്ലല്ലോ എന്ന ലാഘവത്തിലാണ് അത്തരത്തിലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ തിന്മകൾ ചെയ്യുക എന്ന് മഹാനായ ഹസനുൽ ബസരി റഹ്മഹുല്ലാ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്ന നമുക്ക് കാണാം, ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിഞ്ഞിരുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, പടച്ചറപ്പിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ലവഹഖ്തും ഖലീലൻ, നിങ്ങൾ കുറച്ച് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ പുഞ്ചിരിക്കുകയുണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാത്രമേ നിങ്ങൾ ചിരിക്കുകയുണ്ടായിരുന്നുള്ളൂ. വലബകൈതും കസീറൻ, ചിരിക്കുന്നതിനേക്കാളും അധികം നിങ്ങൾ കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് വേണ്ട ഒന്നാണ് അള്ളാഹുമായുള്ള ഒരു ഭയം, അള്ളാഹുവിനോടുള്ള ഭയം, സൂക്ഷ്മത, അത് നമ്മളുടെ ജീവിതത്തിൽ വേണം എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പഠിപ്പിച്ചു തരാണ്. അസ്സബബു സാലിസ്, മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അൽ ഹയാഉ മിനല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജയാണ്. അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജയാണ്. അതായത് നാം ചെയ്യുന്ന തിന്മകൾ, ആ തിന്മകൾ അത് ഒരു മുറിയിൽ അല്ലെങ്കിൽ ആരും കാണാത്ത പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ചെയ്യുന്ന തിന്മകൾ, അത് കാണുന്ന ഒരു CCTV ക്യാമറ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കും. നാം ഇഷ്ടപ്പെടുന്ന, നാം ബഹുമാനിക്കുന്ന ആളുകൾ ആ തിന്മ കാണുവാൻ നമ്മൾ ലജ്ജിക്കുന്നുണ്ട്. ഒരിക്കലും നാം ആഗ്രഹിക്കുന്ന, നാം ബഹുമാനിക്കുന്ന ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തിന്മകൾ അത് ചെയ്യുവാൻ നമ്മൾ മുതിരില്ല, കാരണം നമുക്ക് ലജ്ജയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ലജ്ജ വേണം. കാരണം ഏതൊരു CCTVയും അതുണ്ടെങ്കിലും അതില്ലെങ്കിലും പടച്ച റബ്ബ് ഏത് നിമിഷവും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധം വിശ്വാസിക്ക് വേണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അന്ന റജുലൻ ഖാല ലി റസൂലില്ലാഹ്, റസൂലിനോട് ചോദിക്കുകയാണ്, ഔസീനി, അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊരു ഉപദേശം താങ്കൾ നൽകണം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന് കൊടുക്കുന്ന വസിയത്ത്, ഔസീക അൻ തസ്തഹി അല്ലാഹു അസ്സ വജല്ല, നീ അല്ലാഹുവിനെ
അള്ളാഹുവിനോട് നീ ലജ്ജ കാണിക്കണം. എങ്ങനെ? കമാ തസ്തഹി റജുലൻ സ്വാലിഹൻ മിൻ ഖൗമിക, നീ ഏറെ ഇഷ്ടപ്പെടുന്ന, നീ ഏറെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം അച്ചടക്കത്തോടുകൂടി, എത്രമാത്രം ലജ്ജ കാണിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നിൽക്കും. അതുപോലെ കമാ തസ്തഹി, നീ ലജ്ജ കാണിക്കുന്നത് പോലെ റജുലൻ സ്വാലിഹൻ, ഒരു സ്വാലിഹായ ഒരു നല്ല ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്നാൽ എത്രമാത്രം ലജ്ജയോടുകൂടി, മറ്റുള്ള ചീത്ത വർത്തമാനങ്ങളൊന്നുമില്ലാതെ എത്രമാത്രം അച്ചടക്കത്തോടുകൂടി നിൽക്കുന്നുവോ അതുപോലെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിനക്ക് ലജ്ജ കാണിക്കാൻ പറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത് കാണാം. ഒരുപാട് ചരിത്രങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പാഠമായി നമുക്ക് എടുക്കാറുണ്ട്. അല്ലെ, ഗുഹാനിവാസികളുടെ ചരിത്രത്തിൽ അതിലൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എന്താ? എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നു. അവിടേക്ക് കടന്നു വന്ന അദ്ദേഹം വിളിച്ചു വരുത്തിയ ആ പെൺകുട്ടിയും അവിടേക്ക് ഒത്തുവന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് സമീപിക്കുന്നതിന് മുമ്പ് ഒരീച്ച പോലും എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാത്ത അത്തരത്തിലുള്ള ഒരു സാഹചര്യം അതിനുവേണ്ടി അദ്ദേഹം സജ്ജീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പെൺകുട്ടി അവസാനം, നമുക്ക് ചരിത്രത്തിൽ കാണാം, ആ പെൺകുട്ടിയുടെ തുണി വരെ അദ്ദേഹം പിടിച്ചു. അങ്ങനെ അവസാനം ആ നിമിഷത്തിൽ ആ പെൺകുട്ടി തിരിച്ച് ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? പടച്ച റബ്ബ് ഇത് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നിനക്കില്ലേ? ആ സമയത്ത് ആ മനുഷ്യൻ അവിടെ നിന്ന്, ആ ബെഡിൽ നിന്ന് എണീറ്റുകൊണ്ട് ആ അല്ലാഹുവിനോടുള്ള അതിയായ ഭയത്താൽ ആ ഒരു സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് ഓടാണ്. എന്നിട്ട് ആ പ്രാർത്ഥനയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ച റബ്ബേ, ആ പെൺകുട്ടിയിൽ നിന്ന് ഞാൻ മാറിപ്പോയത് നിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഗുഹാമുഖത്ത് അടഞ്ഞ ഈ ഒരു പാറക്കല്ലത് നീക്കണം എന്ന് പറയുമ്പോൾ ആ പാറക്കല്ല് പിന്നെ നീങ്ങുന്ന ചരിത്രമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഏത് നിമിഷത്തിലും പടച്ച റബ്ബ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം, അള്ളാഹുവിനോടുള്ള ഒരു ലജ്ജ, അത് നമ്മളുടെ ജീവിതത്തിൽ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുപോലെ തന്നെ അദ്ദേഹം നാലാമതായി പഠിപ്പിക്കുന്നത് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം, വ ഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ അനുഗ്രഹങ്ങൾ, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അതിന് നന്ദിയായിക്കൊണ്ട് തിരിച്ച് പടച്ചറബ് പറഞ്ഞ ആ കൽപ്പനകൾ അത് ജീവിതത്തിൽ പാലിക്കുക നമ്മളുടെ ബാധ്യതയല്ലേ എന്ന ഒരു ചിന്ത ഒരു മുഅ്മിനായ നമുക്ക് വേണം. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അത്രമാത്രം നന്മകൾ, അത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ പടച്ചറബ്, ആ പടച്ചറബ് പറഞ്ഞ ആ കൽപ്പനകൾ അത് ജീവിതത്തിൽ അനുസരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും നന്നാക്കുകയില്ല. എങ്ങനെയല്ലാതെ? ആ ആളുകൾ ആദ്യം കടന്നു വരണം, സ്വന്തം തീരുമാനമെടുത്ത് ഞാൻ നന്നാവാൻ തയ്യാറാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നന്നാവാനായിക്കൊണ്ട് ഒരു സമുദായം കടന്നു വന്നാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളെ ഏറ്റെടുക്കുന്ന. അതല്ല സ്വന്തം നമ്മൾ തന്നെ തിന്മയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് നമ്മൾ സ്വയം തീരുമാനമെടുത്ത് എപ്പോഴാണോ വരുന്നത് അപ്പോൾ അല്ലാഹു നമ്മളെ ഏറ്റെടുക്കും. പിന്നെ അല്ലാഹു നമ്മളുടെ ജീവിതത്തിൽ ബറക്കത്തുകളും ഖൈറാത്തുകളും നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പോ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഞ്ചാമതായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുന്നത് ശറഫുൻ നഫ്സി വ സകാതുഹാ. ഓരോ മനുഷ്യന്റെയും ശ്രേഷ്ഠത മനസ്സിലാക്കുക എന്നുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകൾ കൊണ്ടുണ്ടാക്കിയ 4 വസ്തുക്കളിൽ ഒന്ന് മനുഷ്യനാണ്. ഒന്ന് ആലോചിക്കുക, നമ്മളുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ സൃഷ്ടികളെക്കാൾ ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പൊ നമ്മളുടെ ശ്രേഷ്ഠത അല്ലാഹുവിന്റെ അടുക്കൽ എത്രയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് പറഞ്ഞിരുന്ന സൂറത്തുൽ ഇസ്രാ
എന്ന സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറയുന്നത് നമുക്ക് കാണാം. വലഖദ് കറംനാ ബനീ ആദം സന്തതികളെ ഞാനിതാ ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആനിലൂടെ അല്ലാഹു പറയുമ്പോൾ എത്രമാത്രം ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ ആ തിന്മകളിലേക്ക് എങ്ങനെയാണ് നമ്മൾ പോകുക? അത്തരത്തിലുള്ള മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകുക? കാരണം നമ്മൾ സ്വന്തം തന്നെ ഉത്കൃഷ്ടമായ സൃഷ്ടികളാണ്. പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ തിന്മകളിലേക്ക് പോകുന്നത്? പൈശാചികമായ വസ്വാസുകൾ അല്ലെ, ആ തരത്തിൽ നമ്മൾ എന്തൊക്കെ തിന്മകളിലേക്കാണോ പോകുന്നത് അവിടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പൈശാചികമായ വസ്വാസുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഞാൻ ഉത്കൃഷ്ടമായ പടച്ചറബിന്റെ സൃഷ്ടിയാണ്, അല്ലാഹു ആദരിച്ച ആളുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് മാറി വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഏതൊരാത്മാവാണോ ആ ആത്മാവിനെ ശുദ്ധീകരിച്ചത് അത്തരത്തിലുള്ള ആത്മാക്കൾ നാളെ പരലോകത്ത് അവരാണ് വിജയിച്ച ആത്മാക്കൾ. ആ ആത്മാക്കളാണ് ഭാഗ്യവാന്മാർ. എന്നാൽ വഖദ് ഖാബ മൻ ദസ്സാഹാ, ഏത് ആത്മാവാണോ ചീത്ത അത്തരത്തിലുള്ള മ്ലേച്ഛംകാരിതകൾ അതിലേക്ക് പോയത് അതിതാ ദൗർഭാഗ്യവാന്മാരായ ആത്മാക്കളിൽ അത്തരത്തിലുള്ള ആത്മാക്കൾ പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ആത്മാവ്, നമ്മളുടെ ശരീരം, മനുഷ്യൻ എന്ന ഉത്കൃഷ്ടമായ സൃഷ്ടി, അതിലുപരി ഏറ്റവും നല്ല ഉമ്മത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ഖൈറു ഉമ്മ എന്ന് അല്ലാഹു ഖുർആനിലൂടെ വിശേഷിപ്പിച്ച ആ ഉമ്മത്തിന്റെ ആളുകളാണ് നമ്മൾ എന്ന തിരിച്ചറിവോടുകൂടി അത്തരത്തിലുള്ള ഏറ്റവും നല്ല ഉമ്മത്തിലെ ഒരു മനുഷ്യൻ, ഏറ്റവും നല്ല പ്രവാചകൻ നമ്മളിലേക്കാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടി, മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെക്കാൾ ഉത്കൃഷ്ടമാക്കി അല്ലാഹു ആദരിച്ച ഒരു മനുഷ്യൻ, അത് നമ്മളാണെന്ന് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് മ്ലേച്ഛതകളിലേക്ക് നമ്മൾ പോകുവാൻ നമുക്ക് സാധിക്കുക? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. അന്നഫ്സു ശരീഫ, നല്ല ആത്മാവ്, പരിശുദ്ധമായ ആത്മാവ് എന്ന് പറയുന്നത് അൽ അലിയതു ലാ തർളാ ബിൽദുൽമി വലാ ബിൽ ഫവാഹിഷ, നല്ല ആത്മാവ്, നല്ല ആത്മാവുള്ള മനുഷ്യർ, ആ ആളുകൾ ഒരിക്കലും മ്ലേച്ഛത അവരിലേക്ക് വരുന്നത്, ഹറാം അവരിലേക്ക് വരുന്നത്, ആ ആത്മാക്കൾ, ആ മനുഷ്യരത് ഇഷ്ടപ്പെടുകയില്ല എന്ന് അദ്ദേഹം പറയാണ്. എന്നാൽ അതിന് നേരെ വിപരീതം വന്നഫ്സുൽ ഹഖീറതു വൽ ഖസീസതു ബിൽദി മിൻ ദാലിക, എന്നാൽ അതിന് നേരെ വിപരീതമായി കൊണ്ട് ചീത്ത ആത്മാവുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ഈച്ചകളെ പോലെ, ആ ഈച്ചകൾ എവിടെയാണ് ചെന്നിരിക്കുക അതുപോലെ ആ തിന്മയുടെ ചുറ്റുപാടിൽ ഇങ്ങനെ കറങ്ങി നടക്കുമെന്ന് അദ്ദേഹം പറയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ആറാമതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. അല്ലെ, ഈമാനിന്റെ മാധുര്യം അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്നാമതായി പഠിപ്പിച്ചത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള അതിയായ ഇഷ്ടം നമുക്ക് വേണമെന്നാണ്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിപ്പിക്കുന്നത് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങളായ ആളുകൾ അവർക്ക് അള്ളാഹുവിനോട് അതിയായ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അശദ്ദു എന്ന് പറഞ്ഞാൽ കഠിനമായ ഇഷ്ടമായിരിക്കുമെന്നാണ്. അള്ളാഹുവിനോട് കഠിനമായ സ്നേഹമുള്ള ആളുകളായിരിക്കും വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാണ്. മറ്റൊരായത്തിൽ നമുക്ക് കാണാം യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, വിശ്വാസികൾ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു, അള്ളാഹു തിരിച്ചവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒട്ടനവധി ചരിത്രങ്ങൾ, ഖുദ്സിയായ ഹദീസുകൾ ആ വിഷയത്തിൽ എത്രമാത്രം മനുഷ്യനെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്, എത്രമാത്രം മനുഷ്യൻ അല്ലെ അള്ളാഹു എത്രമാത്രം ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന നമുക്ക് കാണാം. സ്വന്തം ഉമ്മ, സ്വന്തം ഉപ്പ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ എത്രയോ മടങ്ങ് ഇഷ്ടമാണ് പടച്ച റബ്ബിന് നമ്മളെ.
അതിനാൽ ആ റബ്ബിന്റെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ആ പടച്ച റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിച്ചു തരാണ്. അതുപോലെ തന്നെ ഏഴാമതായി കൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് ആവശ്യമില്ലാത്ത വ്യക്തതയില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. വിശ്വാസികൾ ശരിക്കുള്ള കാര്യങ്ങളിലേക്ക് വിശ്വാസികൾ പോകേണ്ടതില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം. വല്ലദീന ഹും അനിൽ ലഗൂബി മുഅരിദൂൻ. വ്യക്തമല്ലാത്ത കാര്യങ്ങൾ, ശരിക്കുള്ള കാര്യങ്ങൾ, ശരിയാണോ തെറ്റാണോ എന്നറിയാത്ത കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിശ്വാസികൾ പിരിഞ്ഞു കളയണമെന്ന്. അവിടെ പോയി ചാടാൻ നിൽക്കരുത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. ഇന്നി ലഅക്റഹു അൻ അറാ അഹദുകും. ഞാൻ ഒരുവനെ കാണുന്നത് തന്നെ വെറുക്കപ്പെടുന്നു. എങ്ങനെയുള്ള ആളുകൾ? ലാ ഫീ അമലി ദുനിയ വലാ ഫീ അമലിൽ ആഖിറ. ചില ആളുകൾ അവര് ദുനിയാവിനുള്ള പണിയുമെടുക്കുന്നില്ല, ആഖിറത്തിനുള്ള പണിയുമെടുക്കുന്നില്ല. എന്നിട്ടോ ഇത് രണ്ടുമല്ലാത്ത ചില പണിയെടുത്തുകൊണ്ട് ഈ ദുനിയാവിൽ ഇങ്ങനെ പോകുന്ന ആളുകൾ. സോഷ്യൽ മീഡിയകൾ, ഗെയിമുകൾ, ആവശ്യമില്ലാത്ത വിനോദങ്ങൾ, ഇതിലൊക്കെ ഏർപ്പെട്ടു പോകുന്ന ആളുകൾ. ആ ആളുകൾ അദ്ദേഹം പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറയുന്നത് അത്തരത്തിലുള്ള ആളുകളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ലാ ഫീ അമലി ദുനിയ. ഒന്നിൽ ദുനിയാവിനുള്ള പണിയെടുക്കുക, അത്തരത്തിലുള്ള ആളുകൾ ദുനിയാവിനുള്ള പണിയെടുക്കുന്നില്ല. വലാ ഫീ അമലിൽ ആഖിറ. ഇനി അതല്ലെങ്കിൽ പരലോകത്തേക്കുള്ള പണിയെടുക്കുക. ഇത് രണ്ടും എടുക്കാത്ത ചില ആളുകൾ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ്. അത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ പെടുവാൻ പാടില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. ഇളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം, ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിലെ സമയം പാഴാക്കുക എന്നുള്ളത് മരണത്തെക്കാൾ ഭീകരമാണെന്ന്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും അത് പാഴാക്കുക എന്നുള്ളത് ഗൗരവവും അതുപോലെ തന്നെ മരണത്തെക്കാൾ ഭീകരമായ ഒന്നാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. കാരണം എന്താണ്? കാരണം ലിഅന്നൽ മൗത യഖ്തഉക അനിദ് ദുനിയ. കാരണം മരണം എന്നുള്ളത്, ആ മരണത്തോടുകൂടി ഭൗതിക ലോകം, ഈ ഇഹലോകത്ത് നിന്ന് നമ്മൾ വേർപ്പെടും. മരണത്തോടുകൂടി നമുക്ക് നഷ്ടമാകുന്നത് ഈ ദുനിയാവാണ്. എന്നാൽ സമയം നഷ്ടമാക്കുന്നതിലൂടെ എന്നാൽ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സമയം അത് വെറുതെ പാഴാക്കുന്നതിലൂടെ അദ്ദേഹം പറയാണ് അല്ലാഹുവും അതുപോലെ തന്നെ പരലോകവും അവന് നഷ്ടമാകുന്നതാണ്. കാരണം അവൻ ചിന്തിക്കുന്നത് ഇത് രണ്ടുമല്ലാത്ത കാര്യങ്ങളിലാണ്. അവൻ സമയം വെറുതെ ചെലവാക്കുകയാണ്. അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത്, സമയം അത് പാഴാക്കരുത് എന്ന് സലഫുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ഒരു മുഅ്മിൻ ഒന്നില്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിൽ, അതല്ല എങ്കിൽ ആഖിറത്തിന്റെ കാര്യത്തിൽ മുന്നേറുന്നവരാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരണം. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങളെ നീക്കം ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അതുപോലെ തന്നെ എട്ടാമത്തേത് പാപങ്ങളുടെ അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമാണ്. നമ്മൾ ഓരോ പാപങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പര്യവസാനം എന്തായിരിക്കും അവസാനമായി തീരുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു പാപം അത് ചെയ്തു കഴിഞ്ഞ് ഈ ദുനിയാവിലും നമുക്ക് നഷ്ടമാണ്. അത് ഏത് വിഷയം നമ്മൾ എടുത്തോ, ഏത് പാപങ്ങളും നമ്മൾ എടുത്തോ, അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിലൂടെ ഈ ദുനിയാവിലും നമുക്ക് നഷ്ടമാണ്, നാളെ പരലോകത്തും നമുക്ക് നഷ്ടമാണ് എന്നുള്ളതാണ്. അതിനാൽ അത്തരത്തിലുള്ള നമ്മളുടെ പാപങ്ങളുടെ അനന്തര ഫലം നമ്മൾ ചിന്തിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഞാൻ എന്തിലേക്കാണ് എത്തിപ്പെടുക എന്ന് ചിന്തിച്ചാൽ ഒരു പരിധിവരെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ദുനിയാവിന്റെ നിസ്സാരതയെ കുറിച്ച് മനസ്സിലാക്കുക. ഈ ദുനിയാവ് മരണാനന്തര ജീവിതത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം വളരെ നിസ്സാരമാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഒരുപാട് നമ്മുടെ ജീവിതത്തിലെ അമലുകൾ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് അദ്ദേഹം പത്താമതായി നമ്മളെ പഠിപ്പിക്കുന്നത് ദൃഢമായ വിശ്വാസമാണ്. ഏതൊരു കാര്യത്തിലും നമുക്ക് വേണ്ടത് ദൃഢമായ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ വന്നെത്തി കഴിഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ അത് വിറവിറാകൊള്ളാൻ തുടങ്ങും, അവരുടെ കണ്ണുകൾ അത് ഈറനടിയാൻ തുടങ്ങും. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കേട്ടാൽ, ഖുർആനിന്റെ വരികൾ അവരിലേക്ക്
എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ദൃഢവിശ്വാസമുള്ള ആളുകളായി നമ്മൾ മാറണം. മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആ സ്ത്രീ വരുന്ന ഒരു രംഗം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഭംഗി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ആ ഒരു രംഗം, അങ്ങനെ അത് പിടിക്കപ്പെടുകയും അദ്ദേഹം ജയിലിലേക്ക് പോകണോ ഇനി അത് വേണ്ടേ എന്ന് നിൽക്കുന്ന ആ ഒരു രംഗത്ത് അല്ലാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. പടച്ചറബ്ബേ, ആ സ്ത്രീ എന്നിലേക്ക് വരുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലിൽ പോകാനാണ് പടച്ചറബ്ബേ ഞാൻ ഇഷ്ടപ്പെടുന്നത്. വഇല്ലാ തസ്രിഫ് അന്നി. ഇനി പടച്ചറബ്ബേ ആ സ്ത്രീകളുടെ കുതന്ത്രം അത് എന്നിൽ ബാധിക്കുന്നതിനെ തൊട്ട് പടച്ചറബ്ബേ നീ എന്നെ തടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ എന്ത് സംഭവിച്ചേക്കാം? കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന. ഒരു പക്ഷേ ആ സ്ത്രീകളുടെ ആ ഒരു കുതന്ത്രം അത് എന്നിൽ തട്ടുന്നതിന് പടച്ചറബ്ബേ നീ തടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ എന്തായേക്കാം? അതിൽ വീണുപോയേക്കാം. വഅകും മിനൽ ജാഹിലീൻ. അങ്ങനെ ഞാൻ വിഡ്ഢിയായി പോയേക്കാം എന്ന് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കാണാം. അതിനാൽ പടച്ചറബ്ബേ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ജയിലിൽ ഒറ്റക്ക് കഴിയാനാണ് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏതിരുന്നാലും ദൃഢവിശ്വാസം കൊണ്ട് നമുക്ക് പാപങ്ങളെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ഈ 10 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പരലോകം നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നമുക്കറിയാം, വിശ്വാസികൾ എന്നാൽ ശരീരം പോലെയാണ്. ഒരു വിശ്വാസി ഈ ലോകത്തുള്ള ഏത് വിശ്വാസികളാകട്ടെ ആ വിശ്വാസികൾ മുഴുവൻ ഒരു ശരീരത്തെ പോലെയാണെന്നാണ്. കാരണം നമ്മുടെ ഒരു ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വലിയ മുറിവ് സംഭവിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് മൊത്തം ബാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു വിശ്വാസികളുടെ പ്രയാസം അത് നമ്മളുടെയും പ്രയാസമാണ് എന്നുള്ളതാണ്. അതിനാൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടി അവിടെയുള്ള നമ്മളുടെ സഹോദരങ്ങൾ, ഉമ്മമാർ, പിഞ്ചുമക്കൾ, നമ്മളൊക്കെ അല്ലാഹു നിർഭയത്വത്തിലേക്ക് എത്തിച്ചു എന്നുള്ള മഹാ തൗഫീഖ്, അതിന് അല്ലാഹുവിനോട് നന്ദി പറയുകയും അതുപോലെ ആ ഫലസ്തീനിലെ ആളുകൾക്ക് വേണ്ടി നിരന്തരം നമ്മളുടെ പ്രാർത്ഥനകൾ അത് ഉയർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആ പ്രാർത്ഥനയിൽ മുഴുകുമ്പോ ലോകത്തിന്റെ വിവിധങ്ങളായ മറ്റു ഭാഗങ്ങളിലും നമ്മളറിയാത്ത ഒരുപാട് മേഖലകളിലും മുസ്ലിമീങ്ങളായ ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അവരെയും നമ്മളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അവരെയും നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഏറ്റവും നല്ല തഖ്വയോടുകൂടി ജീവിച്ച് ജീവിതത്തിൽ നിന്ന് പാപമുക്തമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ഒരു മരണത്തെ തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ആ ആളുകളുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മൾക്കിടയിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉമ്മമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ അജിർനാ മിനന്നാർ, റബ്ബനാ അജിർനാ മിനന്നാർ, റബ്ബനാ അജിർനാ വഅജിർ വാലിദൈനാ മിനന്നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.